എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. കരുണവാൻ നബി മുത്തുരത്നമോ എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം ഇന്ന് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ അനുകമ്പ ദശകം എന്ന കവിത പഠനവിധേയമാക്കാനാണ് ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ശ്രീനാരായണ ഗുരു എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനായി ഏതെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെ വായിച്ചിട്ടുള്ള ആളുകൾക്കെങ്കിലും അറിയാം. എങ്കിലും അദ്ദേഹം ആദ്യകാലത്ത് എഴുതിയ കൃതികളിൽ ചില പ്രാർത്ഥനകൾ കാണും. പൊതു താല്പര്യമാണ് അതിനു പുറകിൽ, അദ്ദേഹത്തിൻ്റെ സ്വയം സേവക താല്പര്യമല്ല. ആളുകൾ ഐശ്വര്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ട് അദ്ദേഹം ആ പ്രാർത്ഥനകൾക്ക് ചില ടിസ്റ്റുകൾ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. നിരവധി ഉദാഹരണങ്ങളുണ്ട്, എങ്കിലും ഞാൻ ഇവിടെ ഉദാഹരണമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുകമ്പ ദശകമാണ്. 1914 ആണ് അദ്ദേഹം ഈ കവിത രചിക്കുന്നത്. ആ കവിത ആരംഭിക്കുന്നത് തന്നെ ഒരു പ്രാർത്ഥനയിലാണ്. അതിപ്രകാരമാണ്: കരുണാമയനെ, ഒരു എറുമ്പിന് പോലും ഒരു പീഡയും വരുത്തരുത് എന്ന് ചിന്തിക്കുവാൻ മാത്രമുള്ള അനുകമ്പ എന്നിൽ നിലനിർത്തണേ. എപ്പോഴും നിന്നെപ്പറ്റിയുള്ള വിചാരവും മനസ്സിലുണ്ടാകണേ. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകയുള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാതെ ചിന്തയും. പ്രാർത്ഥന കൊണ്ട് വലിയ ഫലമൊന്നുമില്ല എന്ന് ഗുരു കൃത്യമായി മനസ്സിലാക്കിയ ആളാണ്. പ്രാർത്ഥിച്ച് സോപ്പിടുന്ന ഒരു ഭക്തനെ സമ്പന്നനാക്കാനും അമരനാക്കാനും ദൈവത്തിന് പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായും ഈ ജാതിഭേദവും മൈത്തവും മാറ്റി കേരളം സ്വർഗതുല്യമാക്കി തരുവാനും ആ ദൈവത്തിന് പറ്റുമായിരുന്നു. അത്തരം ലൗകിക കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത വെറും പാവമാണ് ദൈവമെന്നും ആ ദൈവത്തിൻ്റെ ഇരപ്പിടം ഭക്തൻ്റെ തലച്ചോറിലാണെന്നും ഗുരു തിരിച്ചറിഞ്ഞു. എല്ലാവരിലും ഉള്ളത്, ഭേദമില്ലാത്തത്, അദ്വൈതം എന്നൊക്കെ ഉത്ബോധിപ്പിച്ച ഗുരു പ്രയോജനമില്ലാത്ത പ്രാർത്ഥനകൾക്കൊന്നും ആളുകളെ പ്രേരിപ്പിച്ചില്ല. പകരം ഗുരു പ്രാർത്ഥിച്ചത് ഒരു ഉറുമ്പിന് പോലും പീഡ വരുത്തരുത് എന്നാണ്. അങ്ങനെ നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല ഗുരു ചെയ്തത്. ഒരു എറുമ്പിന് പോലും ഒരു പീഡയും വരുത്തരുത് എന്ന് ചിന്തിക്കുവാൻ മാത്രമുള്ള അനുകമ്പ എന്നിൽ നിലനിർത്തണേ എന്നാണ്. സത്യത്തിൽ ഇത് മനുഷ്യർ സ്വയം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് സങ്കല്പിച്ചു മാത്രമേ മനുഷ്യർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഈ ഭൂമിയിൽ ഇന്ത്യ എന്ന ഒരു രാജ്യം ഉണ്ട് എന്ന് സങ്കല്പിച്ചാലേ ഇന്ത്യക്കാരനാകാൻ കഴിയൂ. ആ സങ്കല്പത്തിന് അർത്ഥം കൊടുക്കാനാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന പ്രതിജ്ഞ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ആരോടാണ് നാം പ്രതിജ്ഞ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും? നമ്മോട് തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ സമയം പറഞ്ഞു പോകേണ്ടതുണ്ട്. ഗുരുവിൻ്റെ ജീവിതകാലത്തെ പറ്റിയാണത്. ദൈവം എന്ന ടൂൾ ഉപയോഗിച്ച് മാത്രം പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ കഴിയുന്ന കാലത്താണ് ഗുരു ജീവിച്ചത്. ഗുരു അനുകമ്പാദശകം ഇവിടെ എഴുതുന്ന കാലത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ അവിടെ തൻ്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ അവസാന മിനുക്കുപണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമില്ലാതെ തന്നെ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ അക്കാലത്ത് ഫിസിക്സിൽ നടക്കുന്ന വളരെ ഡിഫറൻ്റായ ശ്രമങ്ങളെപ്പറ്റി ഒരു അപ്ഡേഷനൊന്നും ഗുരുവിന് കിട്ടിയിരുന്നില്ല. ഇനി കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. കാലം അതാണ്. ഐൻസ്റ്റീൻ പോലും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ വിശദീകരിക്കാൻ പലയിടത്തും ദൈവം എന്ന ടൂൾ ആണ് ഉപയോഗിച്ചിരുന്നത്. ആ കാലത്ത് പിന്നെ പാവം ഗുരു എന്ത് ചെയ്യാനാണ്? ഗുരുവിന് ഫിസിക്സ് മാത്രമല്ല ജനിതക ശാസ്ത്രവും അറിയാമായിരുന്നില്ല. പക്ഷേ മനുഷ്യരായ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന യഥാർത്ഥ അറിവ് കൃത്യമായും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ അറിവില്ലാത്തവരാണ് ചില മനുഷ്യരെ തൊട്ടുകൂടാത്തവരും തീണ്ടികൂടാത്തവരുമായി കണ്ട് അകറ്റി നിർത്തിയിരുന്നത് എന്ന കാര്യവും ഗുരുവിനറിയാമായിരുന്നു. അദ്ദേഹത്തിനെ എന്നും ദുഃഖിപ്പിച്ചു കൊണ്ടിരുന്നതും മാറ്റി തീർക്കണം എന്ന ദൃഢനിശ്ചയത്താൽ കർമ്മമാർഗത്തിലേക്ക് കുതിച്ചു ചാടിയ പ്രധാന വിഷയം ജാതിയെ മുൻനിർത്തിയുള്ള ഇത്തരം ഉച്ചനീചത്വങ്ങളായിരുന്നു. അദ്ദേഹം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ബാക്കിയെല്ലാം അദ്ദേഹത്തിന് സെക്കൻഡറി ആയിരുന്നു. ഇന്ന് ജനിതക ശാസ്ത്രം അറിയുന്ന ആളുകളെല്ലാം മനുഷ്യനെപ്പറ്റി യഥാർത്ഥ ജ്ഞാനം ഉള്ള ആളുകളാണ്. ഹോമോസാപ്പിയൻസ് എല്ലാം ഒരൊറ്റ ജാതിയാണെന്ന് അയാൾ പറയും. ഗുരു ജനിതകശാസ്ത്രമൊന്നും പഠിക്കാതെ തന്നെ ഈ യഥാർത്ഥ ജ്ഞാനം നേടിയിരുന്നു. അദ്ദേഹം അനുകമ്പാ ദശകത്തിൽ പറയുന്നത് നോക്കാം: അരുളാൽ വരും ഇൻപം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലൽ ഒക്കെയും. യഥാർത്ഥ അറിവിനാൽ സുഖമുണ്ടാകും. അജ്ഞതയാകുന്ന ഇരുൾ സ്നേഹമില്ലാതെയാക്കും. സ്നേഹമില്ലാത്ത ഹൃദയത്താൽ ദുഃഖങ്ങളും വന്നു ചേരും.
ഗുരു ഇവിടെ അരുൾ ഇരുൾ എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചു. അരുൾ എന്നാൽ ജ്ഞാനം, ഇരുൾ എന്നാൽ അറിവില്ലായ്മ അഥവാ അജ്ഞാനം. അരുൾ മൂലം സുഖം, ഇരുൾ മൂലം ദുഃഖം. അജ്ഞാനം അഥവാ അറിവില്ലായ്മ സകല വിഷമങ്ങൾക്കും കാരണമാകുമെന്ന് ഗുരുദേവൻ സ്ട്രെസ് ചെയ്തു പറഞ്ഞു. കരുണയറ്റ ഹൃദയമാണ് സകല ആപത്തിനും കാരണം. അരുളാൽ വരും ഇമ്പം, അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും. ഇരുൾ അൻപിനെ മാറ്റും, അല്ലലിൻ കരുവാകും, കരുവാകും ഇത് ഏതിനും. കരുണയറ്റ ഹൃദയമാണ് സകല ആപത്തിനും കാരണം. അല്ലലിൻ കരുവാകും, കരുവാകും ഇതേതിനും. ഈ വരികളിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? ശങ്കരാചാര്യരെ പോലെ മനുഷ്യർക്ക് പ്രയോജനമില്ലാത്ത തത്വശാസ്ത്രം പറയുകയായിരുന്നു ഗുരു? തീർച്ചയായുമല്ല. നിഷ്ഠൂരമായ ജാത്യാചാരങ്ങളാൽ വലയുന്ന ഒരു ജനം ഇത് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇരുൾ, അരുൾ എന്നീ വാക്കുകൾ കൺമുന്നിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രയോഗിക്കുകയാണ് ഗുരു ചെയ്തത്. സവർണരാണെന്ന് മേനി നടിച്ച് ജാതിഭ്രാന്തുമായി നടന്നിരുന്ന മനുഷ്യർക്ക് അരുൾ ഇല്ല, അവരുടെ ഉള്ളിൽ ഇരുൾ ആണ്. ആ ഇരുളാണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് അൻപിനെ അകറ്റി ക്രൂരതകൾ പ്രവർത്തിപ്പിക്കുന്നത്. ചില മനുഷ്യരെ തൊട്ടുകൂടാത്തവരായി അവർ കാണുന്നത് അതുകൊണ്ടാണ്. ജാത്യാചാരങ്ങൾ ലംഘിക്കുന്നവരെ അവർ കെട്ടിയിട്ട് അടിക്കുന്നത് അതുകൊണ്ടാണ്. അവരുടെ കരുണയറ്റ ഹൃദയമാണ് ജാതിഭേദങ്ങൾക്കും മതദ്വേഷങ്ങൾക്കും കാരണം. അല്ലലിൻ കരുവാകും, കരുവാകും അത് ഏതിനും. ഒരു മനുഷ്യജീവി ജാതിഭേദത്തോടെ മറ്റു മനുഷ്യരെ നോക്കി കാണുന്നുണ്ടെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ട അടിയന്തരമായൊരു കാര്യം ഗുരു പിന്നീട് ഇതിൽ പറയുന്നുണ്ട്. അരുള്, അൻപ്, അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം. ജ്ഞാനം, സ്നേഹം, കാരുണ്യം, ഇത് മൂന്നിനും അർത്ഥം ഒന്ന് തന്നെയാണ് എന്ന് അയാൾ മനസ്സിലാക്കണം. അയാൾ മാത്രമല്ല കേട്ടോ, മനുഷ്യരെല്ലാവരും മനസ്സിലാക്കണം. എന്നു മാത്രമല്ല, ഇക്കാര്യം മറക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഉരുവിടേണ്ട 9 അക്ഷരങ്ങളുണ്ട്. അതായത് നവാക്ഷരി. അരുളുള്ളവനാണ് ജീവിയെന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരി. അരുളുള്ളവനാണ് ജീവി എന്ന വാക്കുകൾ എണ്ണി നോക്കിയാൽ അതിൽ 9 അക്ഷരങ്ങളുണ്ട് എന്ന് കാണാം. യഥാർത്ഥ ജ്ഞാനമുള്ളവനാണ് ശരിയായി ജീവിക്കുന്നവൻ എന്ന് ഉരുവിടാനാണ് ഗുരു ഇവിടെ പറയുന്നത്. വെറുതെ പ്രാർത്ഥിക്കാനല്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഒരു സുഖം കിട്ടുമായിരിക്കും. അരുള്, അൻപ്, അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം. ജ്ഞാനം, സ്നേഹം, കാരുണ്യം, ഇത് മൂന്നിനും അർത്ഥം ഒന്ന് തന്നെ എന്ന് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതിന് ശേഷം, അക്കാലത്ത് ദിവ്യാത്മാക്കളായി അനുയായികൾ കരുതിയിരുന്ന കുറേ പേരുകൾ ഗുരു കവിതയിൽ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ഗുരു ചോദിക്കുന്നു, ഇവരൊക്കെയാണോ ശരിക്കും അനുകമ്പയാർന്നവർ? ആരൊക്കെയാണ്? പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ, പരമസത്യം പറഞ്ഞു തന്ന് തേരോടിക്കുന്ന പരമ്പൊരുളായ ശ്രീകൃഷ്ണ ഭഗവാനാണോ അനുകമ്പയാർന്നവൻ? ഭൂതദയാ ക്ഷമാബ്ദിയോ, ഭൂതദയയുടെ സാഗരമായ ബുദ്ധ ഭഗവാനാണോ അനുകമ്പയാർന്നവൻ? സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പവാൻ? ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനുമൊക്കെ അല്ലെങ്കിൽ ഉപനിഷത്തുകൾക്കുമൊക്കെ ഭാഷ്യം രചിച്ച ശ്രീ ശങ്കരാചാര്യരാണോ അനുകമ്പയാർന്ന ആൾ? അടുത്ത വരികളിൽ അദ്ദേഹം വേറെ കുറേ പേരുകൾ കൂടി അവതരിപ്പിച്ച് ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. പുരുഷാകൃതി പൂണ്ട ദൈവമോ? പുരുഷവേഷം ധരിച്ചെത്തിയ സാക്ഷാൽ ദൈവമായ വ്യാസനാണോ അനുകമ്പയാർന്നവൻ? നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ? മനുഷ്യവേഷം പൂണ്ട ധർമ്മമൂർത്തിയായ ശ്രീരാമനാണോ അനുകമ്പയാർന്നവൻ? പരമേശ പവിത്രപുത്രനോ? ഈശ്വരൻ്റെ പരിശുദ്ധ പുത്രനായ യേശുവാണോ അനുകമ്പയാർന്നവൻ? അതോ കരുണാവാൻ നബി മുത്തുരത്നമോ, കാരുണ്യവാൻ എന്നറിയപ്പെടുന്ന നബിയാണോ അനുകമ്പയാർന്നവൻ? ഗുരു ഇവിടെ പേരെടുത്ത് പറഞ്ഞവരെ നമ്മൾ നോക്കുക. ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് ഫോളോവേഴ്സുള്ള ദൈവങ്ങളായിരുന്നു ഈ അവസാനം പറഞ്ഞ 3 പേരും. ആ ഫോളോവേഴ്സ് സ്വയം അവരുടെ ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കാറുള്ള വിശേഷണങ്ങൾ അതുപോലെ തന്നെ ഗുരു കവിതയിൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. ഗുരു ഒന്നും സ്വന്തമായി കയ്യിൽ നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവരെല്ലാം അനുകമ്പയാർന്നവരാണോ എന്ന് ചോദിക്കുകയാണ് ചെയ്തത്.
നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണവാൻ നബി മുത്തുരത്നമോ എന്നിങ്ങനെ അദ്ദേഹം ചോദിക്കുകയാണ്. ഇപ്പറഞ്ഞ ആളുകളെല്ലാം അനുകമ്പയുള്ളവരായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഗുരുവിന് ഇക്കാര്യത്തിൽ ഉറപ്പില്ല. ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമാണ് ശ്രീരാമനെന്നും ആ ശ്രീരാമൻ അനുകമ്പയാർന്നവനായിരുന്നെന്നും അദ്ദേഹം ഉറപ്പിച്ച് എഴുതുമായിരുന്നു. ശ്രീരാമനെ പറ്റി ഗുരുദേവൻ അങ്ങനെ എഴുതുമോ? തപസ്സു ചെയ്തതിന് ശൂദ്രൻ്റെ തല വെട്ടിയ ശ്രീരാമനെ എങ്ങനെയാണ് അനുകമ്പയാർന്നവൻ എന്ന് ഗുരു വിശേഷിപ്പിക്കുക? ജാതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച സമരഭടനായിരുന്നു ഗുരു. അദ്ദേഹത്തിനത് കഴിയില്ല. അതിനാൽ ശ്രീരാമൻ അനുകമ്പയാർന്നവനാണോ എന്ന് ചോദിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതിന് മറുപടി പറയേണ്ടത് ശ്രീരാമൻ്റെ ഫോളോവേഴ്സാണ്, ഗുരുവല്ല. എന്തിനേറെ നമ്മൾ പറയുന്നു, സമാധാനത്തിൻ്റെ ദൂതനായി വന്ന യേശു ക്രിസ്തുവിനെ പോലും അനുകമ്പയാർന്നവനാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ ഗുരു തയ്യാറാകുന്നില്ല. പകരം ആണോ എന്ന് ചോദിക്കുകയാണ്. എന്താ കാരണം? യേശു ജന്തുഹിംസ വിലക്കിയില്ല. ജന്തുഹിംസ വിലക്കാത്ത ആളെ അനുകമ്പയാർന്നവൻ എന്ന് ഗുരു വിളിക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മുത്തുനബിയെ അനുകമ്പയാർന്നവൻ എന്ന് ഗുരു വിളിക്കുക? കാരുണ്യവാൻ നബി മുത്തുരത്നമോ എന്ന ചോദ്യമല്ലേ ഗുരു ചോദിച്ചത്? മറ്റു പല ദൈവങ്ങളുടെ കാര്യത്തിൽ കാണിച്ച അതേ സംശയം തന്നെ നബിയുടെ കാര്യത്തിലും അദ്ദേഹം കാണിച്ചു. ഹിംസയെയും യുദ്ധത്തെയും തള്ളാത്ത ഇസ്ലാം എന്ന ആശയത്തെ അനുകമ്പയുമായി ബന്ധിപ്പിക്കാൻ ഗുരു തയ്യാറായില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ നിഷ്കളങ്കമായി ചോദിച്ചു, നബി അനുകമ്പയാർന്നവനാണോ? അപ്പോൾ പിന്നെ ഗുരു അനുകമ്പയാർന്നവരായി കാണുന്നത് ആരൊക്കെയാണ്? ഉറുമ്പിന് പോലും വേദനയുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഹൃദയമുള്ളവരെയാണ് ഗുരു അങ്ങനെ കാണുന്നത്. ഈ കവിത തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. ഈ കവിതയിൽ പേരെടുത്ത് പറഞ്ഞ ഒരു മഹാത്മാവും അങ്ങനെ ആയിരുന്നില്ല എന്ന ആൾക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഗുരു സ്വയം അങ്ങനെ ആയിരുന്നു. ഇക്കാര്യം ഗുരുവല്ല, നമ്മളാണല്ലോ പറയേണ്ടത്. കുമാരനാശാൻ ഗുരുവിന് 60 വയസ്സ് തികഞ്ഞപ്പോൾ എഴുതിയ കവിതയിൽ പറഞ്ഞു, അൻപാർന്നവരുണ്ടോ, പരവിജ്ഞാനികളുണ്ടോ, വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ. അന്യർക്ക് ഗുണം ചെയ്യുവതിനായുസ്സും വപുസ്സും ധന്യത്വമോടെ അങ്ങ് ആത്മതപസ്സും ബലി ചെയ്തു. വാദങ്ങൾ ചെവികൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായങ്ങ് വസിപ്പൂ മല പോലെ. കേരളം മറ്റു ജില്ലയിലെ മറ്റു പല ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 3 വ്യത്യസ്ത മതക്കാർ ഇടകലർന്ന് ജീവിക്കുന്ന ഇടമാണ്. ഇടകലർന്ന് ജീവിക്കുന്ന എന്ന് പ്രത്യേകിച്ച് തന്നെ പറയണം. ഗുരു ജീവിച്ചിരുന്ന കാലത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പരസ്പര സൗഹാർദ്ദത്തോടെയുള്ള ജീവിതത്തിനെ പ്രോത്സാഹിപ്പിച്ചു. സൂക്ഷ്മം അറിഞ്ഞവനും മതം വേണ്ട എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാധാരണ ജനങ്ങൾ സൂക്ഷ്മം അറിഞ്ഞവരല്ലല്ലോ. അവർ വിവിധ മതാചാരങ്ങൾ ആചരിച്ച് ജീവിക്കുന്നു. അപ്പോൾ മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം മസ്റ്റാണ്. ഛാദ്യാചാരങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം മതസൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയത് അതുകൊണ്ടാണ്. ഒരു പ്രത്യേക മതത്തെയും അദ്ദേഹം പെയിൻ്റടിച്ചില്ല. വോട്ട് അദ്ദേഹത്തിന് ആവശ്യമില്ലായിരുന്നു. പകരം സർവ്വമത സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് സൗഹാർദ്ദം ഉറപ്പിക്കാൻ നോക്കി. അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും അക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പല മതസാരവുമേകം, ജഗതിയിൽ ഇമ്മതമേകം എന്നൊക്കെ ഇഷ്ടം പോലെ വരികൾ കാണാം. ഇനി ഇത് കാണാത്തവർ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന വരികളെങ്കിലും കേട്ടിരിക്കും. ഗുരുവിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള വരികൾ ഉപയോഗിച്ചാണ് നമ്മൾ മതസൗഹൃദം ഊട്ടി ഉറപ്പിക്കേണ്ടത്. അല്ലാതെ കാരുണ്യവാൻ നബി മുത്തുരക്തമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ എന്നൊക്കെ ഗുരു തന്നെ സംശയത്തോടെ ചോദിച്ച കാര്യങ്ങൾ എടുത്തല്ല. ഡോക്ടറേറ്റ് എടുത്ത പണ്ഡിതന്മാർക്ക് കാര്യം പിടികിട്ടാത്തതിനാലാണ് പ്രീ ഡിഗ്രി ലെവൽ പാമരനായ ഈയുള്ളവൻ ഇത് പറയേണ്ടി വന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലിബറൽ റെസ്പോൺസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.